നമ്മൾ ശരിക്കും ഹോർമോണലി പെരിമെനപ്പോസ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളെ ബോഡിയിൽ സംഭവിക്കുന്നത്? ഏതെങ്കിലും ഹോർമോണിൻ്റെ ലെവൽ കുറയാണോ? എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? അത് ആക്ച്വലി ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ആണ് നമുക്ക് ഉണ്ടാവുക. അത് ഓക്കെ. മേലോട്ട് പോവുക, താഴോട്ട് വരിക, Okay, മേലോട്ട് പോവുക, okay. താഴോട്ട് അങ്ങനെയാണ്. അത് എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഇത്ര വയസ്സ് വരെയൊക്കെ അല്ലേ നമ്മുടെ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള എഗ്സ് ഓവറി പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ പെരിമെനപ്പോസ് വരുന്ന സമയത്ത് എല്ലാ മാസവും ചിലപ്പോൾ പീരീഡ്സ് ഉണ്ടായിന്ന് വരില്ല. ഓക്കെ. ചിലപ്പോൾ 2 പീരീഡ്സിൻ്റെ ഇടയിൽ സ്പോട്ടിങ് ഉണ്ടായിന്ന് വരാം. ഓക്കെ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾക്കിടയിലൂടെയാണ് നമ്മൾ പോകുന്നുള്ളത്. അപ്പം ഓവറീസിൽ നിന്നും എഗ്ഗ് വരാൻ ചിലപ്പം കുറച്ച് ബുദ്ധിമുട്ടായി, അല്ലെങ്കിൽ ഈ പ്രാവശ്യം വരുന്നില്ല എന്ന് അങ്ങ് തീരുമാനിച്ചു എന്ന് വെച്ചോ. ബ്രെയിനിലേക്ക് ഇതിൻ്റെ സിഗ്നൽ പോയില്ലേ. അപ്പോൾ ബ്രെയിന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ബാക്കി ശരീരത്തിനെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങും. വേഗം ഉണ്ടാക്ക് സിസ്റ്റം ഇങ്ങനെ മാറുകയല്ലേ. സിസ്റ്റം എപ്പോഴും നടക്കുന്ന പോലെ അല്ലാതെ ഒരു മെഷീൻ ഇങ്ങനെ നടക്കുമ്പോൾ, ഇപ്പോൾ വണ്ടിക്ക് എന്തെങ്കിലും കേടുപാട് വന്നെന്ന് വിചാരിച്ചോ, വണ്ടി ശബ്ദം മാറും. പിന്നെ അതിൻ്റെ ടയറ് ഫ്ലാറ്റായി പോയി എന്ന് വിചാരിച്ചോ, നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല. അതിൽ ഫ്യൂവൽ ഇല്ല എന്ന് വിചാരിച്ചോ, നമുക്കത് ബുദ്ധിമുട്ടല്ലേ. അതുപോലെ തന്നെ എന്തോ ഒരു പ്രശ്നം നമ്മുടെ ബോഡിയിൽ വരുമ്പോൾ ബ്രെയിൻ അവിടെ കിടന്നിട്ട് പ്രശ്നം ഉണ്ടാക്കും. ഈ അത് ബോഡിക്കൊരു പ്രഷറാവും. ബോഡിക്കതൊരു പ്രഷറാവും. അപ്പോൾ പെട്ടെന്ന് ഈസ്ട്രജൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തും. അപ്പം ശരിക്കും നമ്മുടെ ബോഡി ഉണ്ടാക്കേണ്ട അതിന് പകരം ഫാറ്റ് ടിഷ്യൂവിൽ നിന്നും ഇസ്ട്രോഡിയോളെന്നോ സംതിങ് അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തും. പിന്നെ ഒരു സ്പൈക്ക് ഉണ്ടാവും, അതേപോലെ താഴോട്ടേക്ക് പോവുകയും ചെയ്യും. കാരണം ഇല്ലാത്ത സാധനമാണല്ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. പിന്നെ ഓവറീസ് ഉണ്ടായി കഴിഞ്ഞാലാണ് ആക്ച്വലി പ്രൊജസ്ട്രോൺ ഉണ്ടാവുക. ഈസ്ട്രജൻ്റെ സ്പൈക്കും പ്രൊജസ്ട്രോണ് ലാക്കും ചെയ്യുന്നതാണ്. പ്രൊജസ്ട്രോൺ ഇല്ലാതെ ആവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. കാരണം ഓവറീസ് ഇല്ലാത്തത് കൊണ്ട് പ്രൊജസ്ട്രോൺ ഇല്ലാണ്ടായി, എപ്പോഴും വരുന്നൊരു സാധനം ഇല്ലാതെയായി. പിന്നെ മറ്റതിന് സ്പൈക്കും വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യാസം വരുമ്പോൾ ബോഡി കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആണ്, ബ്രെയിന് കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആണ്. ജസ്റ്റ് ലൈക്ക് ഒരു പുതിയ സിസ്റ്റം വരുന്ന ഒരു അറിയിപ്പും ഇല്ലാതെ നമ്മളിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന കുറേ സംഗതികളാണ് ശരിക്കും നമ്മുടെ ലൈഫിൽ സംഭവിക്കുക. നമ്മളിങ്ങനെ ഇപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നിട്ട് പരിഭ്രമിച്ചതുപോലെ നമ്മുടെ ശരീരം ഇങ്ങനെ പരിഭ്രമിക്കും, ബ്രെയിന് പരിഭ്രമിക്കും. എന്ത് ചെയ്യണം എന്നറിയാതെ കൺഫ്യൂസ്ഡായിട്ട് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരവസ്ഥയാണ് ശരിക്കും നമ്മുടെ ബോഡിയിലും മൈൻഡിലും എല്ലാം സംഭവിക്കുക.